ഒന്ന്, അന്ത്യദിനം സൂര്യൻ മനുഷ്യനെ കൊല്ലും. രണ്ട്, രക്തവെള്ളം കുടിക്കുക. എന്നാൽ ആ രക്തവെള്ളം കുടിക്കുന്നതിന് മുമ്പ് ജീവജലത്തിൻ്റെ നദിയിൽ നിന്ന് പാനം ചെയ്ത തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മേഘാരൂഢനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. മൂന്നാമത്തെ സയൻസിലേക്ക് പോകാം. ഭൂകമ്പം. എന്താ ഭൂകമ്പം എന്നറിയാമോ? ശ്രദ്ധയോടെ ഇരിക്കണം. നാം പാർക്കുന്ന ഭൂമിക്ക് 3 തട്ടുകൾ. ഒന്നാമത്തെ തട്ട ക്രിസ്റ്റ്, രണ്ടാമത്തെ തട്ട മാൻഡിൽ, മൂന്നാമത്തെ തട്ട കോർ. അതാ 80 കിലോമീറ്റർ വീട് വെക്കാൻ വെള്ളം കിട്ടും. 80 മുതൽ 2000 വരെ മാൻഡിൽ. മാൻഡിൻ്റെ അടിയിൽ ഒരു പ്രതലമുണ്ട്. അതിന് സയൻസ് വിളിക്കുന്ന പേരാ ടെക്ടോണിക് പ്ലേറ്റ്. അതാണ് ഇയ്യോബിനോട് സ്വർഗം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ ചങ്ങലകൾ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ രാജശ്രീ ചക്രങ്ങൾ നിനക്ക് കറക്കുവാൻ കഴിയുമോ? അപ്പോൾ ഇന്ന് രാത്രി കേൾക്കണം. ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി ആരാന്നറിയാമോ? തിരുവല്ലക്കാരൻ ഗോപിനാഥൻ ആശാരിയല്ല, സ്വർഗത്തിലെ ദൈവം. സ്വോത്രം. അതുകൊണ്ട് പരശുരാമൻ മഴുപറിഞ്ഞതുമല്ല ഭൂമി. അങ്ങനെയെങ്കിൽ ഭൂമിക്കടിയിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ടെക്ടോണിക് പ്ലേറ്റ്. അതിൻ്റെ ഏറ്റവും താഴെ തട്ട പാതാളം, യാതനാ സ്ഥലം. സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്നത് ആ ഭൂമി. അതുകൊണ്ട് ഇയ്യോബ് വീണ്ടും എഴുതിയിരിക്കുന്നു, ഉത്തരദിക്കിന് അവൻ നാസ്തിത്വത്തിൽ, ഭൂമിയെ അതിൻ്റെ ശൂന്യതയിൽ അവൻ വിരിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഭൂമിക്കടിയിലെ പ്ലേറ്റ് ഉണ്ട്. സങ്കീർത്തനം 104:5 ദൈവം ഭൂമിയെ ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ആ ഭൂമി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ഭൂകമ്പം? ശ്രദ്ധയോടെ കേൾക്കണമേ. സൂര്യൻ്റെ പ്രത്യേകത, ആ സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യതാപം അല്ലെങ്കിൽ ഹൈഡ്രജൻ കത്തും. ആ കത്തല പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഹൈഡ്രജൻ കത്തി അവിടെ ഹീലിയമായി കറുത്ത പുള്ളി. അതായത് സയൻസ് ടീച്ചർമാർ പഠിപ്പിക്കുന്ന ബ്ലാക്ക് മോഡ് സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗാലക്സി സൺ. സൂര്യനകത്ത് ഈ കറുത്ത ഹീലിയത്തിൻ്റെ അവിടെ വരുമ്പോൾ ഈ ഭൂമിക്ക് പിടിച്ചു കിട്ടാൻ കഴിയത്തില്ല. പ്രകാശത്തിലെ പിടിച്ചിരിക്കാൻ പറ്റൂ. കറുത്ത സാധനം വരുമ്പോൾ ഇവിടെ പറുക്കട്ട് പോലാവും. അന്നേരം ഭൂമിക്ക് ഉണ്ടാകുന്നൊരു പ്രതിഭാസമാ ഭൂകമ്പം. ഇതിനകത്തൂടെ പാണ്ടിലോറി പോകുമ്പോൾ ടാറിടാത്ത റോഡിൽ പ്ലേറ്റ് കുലുങ്ങുന്നത് പോലെ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസ ഭൂകമ്പം. യെശയ്യാ പ്രവചനം 24:14 ഇതിനകത്തെ ഉണ്ട്. എന്താ? ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, അത് വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. അതിൻ്റെ അകൃത്യം അതിന് ഭാരമായിരിക്കുന്നു. ഇന്ന് രാത്രി കേട്ടോണേ, എന്താ ഭൂകമ്പം? 1980 മുതൽ 30 ഭൂകമ്പം. 90 മുല്ലപ്പെരിയാറിലേക്ക് പോവാം. 1990 നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 90 40 ഭൂകമ്പം. 93 ഇന്നേക്ക് 30 കൊല്ലം മുമ്പ് ഏറ്റവും നിർണായകമായൊരു ഭൂകമ്പമുണ്ടായി. മഹാരാഷ്ട്രയിലെ ലത്തൂർ 93 സെപ്റ്റംബറിൽ 6.5. ആ പ്രകമ്പന ലോകത്ത് നടുക്കിക്കളഞ്ഞു. 45,000 പേർ ഗുഡ് ബൈ. ആ കമ്പനം, ആ പ്ലേറ്റ് അണങ്ങിയത് കർണാടക, ഗോവ, മംഗലാപുരം, ബത്തേരി, കൊച്ചി കടൽ, മൂവാറ്റുപുഴ, തൊടുപുഴ, ഉപ്പുതറ. അത് കഴിഞ്ഞ് നേരെ കയറി ബേബി ഡൗൺ, വള്ളക്കടവ്. അന്നാ മുല്ലപ്പെരിയാർ കുലുങ്ങിയത്. മുല്ലപ്പെരിയാർ എന്താ? തമിഴ്നാട് 2 ഡിസ്ട്രിക്റ്റ് കമ്പന്തേനി. 999 കൊല്ലം മഹാവിൻ്റെ തിരുവിതാംകൂർ രാജകുടുംബം പാട്ടം കൊടുത്തതാ ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിന് വേണ്ടി. ഇന്ന് രാത്രി 142 അടി ഉയരം വെള്ളം കിടക്കുന്നു മുല്ലപ്പെരിയാർ. ആവശ്യമുള്ളപ്പോൾ സ്പിൽവേ തുറന്ന് തമിഴ്നാട് കൊണ്ടുപോകാം. ജോർജ് സ്പിന്നർ എന്നൊരു ഇംഗ്ലീഷുകാരനാ ഈ മുല്ലപ്പെരിയാർ പണിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ എത്രയാവും? 50 വർഷം കഴിഞ്ഞ് ഇത് മാറ്റിക്കോണം, ചുണ്ണാമ്പ് സൂർക്കയാ. 50 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 125ാമത്തെ വർഷമായി. ഇനി കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അവിടെ മുല്ലപ്പെരിയാറിൽ വിള്ളൽ വീണ് തുടങ്ങി. ഇന്ന് രാത്രി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആദ്യത്തെ തമിഴ്നാട് അതിർത്തിയിലുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തെ ഡാം ഇടുക്കി, ഈ വെള്ളം വരും. അടുത്തത് പന്നിവാസൽ, അടുത്തത് ചെങ്കളം. ഇത് 4 എണ്ണവും കൂടെ പൊട്ടിയാൽ, ഞാൻ ഈ മൊത്തം പോയി കണ്ട് പഠിച്ചാൽ അടുത്ത ആഴ്ച ഇടുക്കിക്കും പോവുക. ഈ 4 ഡാം മേളിൽ നിന്ന് ഒരുത്തം പൊട്ടിയാൽ ചിന്ന ഡാം പുറകെ അങ്ങ് പൊട്ടും. ഇത് 4 ഡാമും പൊട്ടിയാൽ 45 ലക്ഷം പേർ ഇവിടെ മരിക്കാൻ പോകുന്ന മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. അതിനാണ് ഈ പത്രങ്ങൾ എഴുതിയേക്കുന്ന ജലബോംബ്, ആറ്റം ബോംബല്ല. മുല്ലപ്പെരിയാർ പൊട്ടുവോ? മുല്ലപ്പെരിയാർ പുതിയ ഡാമൊന്നും പണിയാൻ തമിഴ് സമ്മതിക്കത്തില്ല. സോദരം, എന്താ കാര്യം എന്നറിയാം? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 1 പത്തനംതിട്ട, 2 ഇടുക്കി, 3 കോട്ടയം, 4 ആലപ്പുഴയുടെയും തൃശ്ശൂരിൻ്റെയും ഒരു ഭാഗം വെള്ളത്തിൽ 45 ലക്ഷം ജനങ്ങൾ മരിക്കും. നെടുമ്പാശ്ശേരി എയർപോർട്ട് പോകും. ഉടനെ കുമരി മാവട്ടംകാർ വരും, അയ്യാ
തിരുവനന്തപുരം കൊല്ലം പക്കത്തിരിക്കുന്നത് നങ്ക എടുത്തോളാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അടുത്തത് പാലക്കാട് കോയമ്പത്തൂരുകാർ പ്രൈസ് തലോട് കൊടുക്കും. അടുത്ത ഗൂഡല്ലൂക്കാരൻ മലപ്പുറത്തെയും കണ്ണൂരിനെ അവനും പിടിക്കും. സ്വോത്രം. മുല്ലപ്പെരിയാർ ഇനി കേരളത്തിൽ ശശി തരൂർ വരട്ടെ, VD സതീശൻ വരട്ടെ, സുധാകരൻ വരട്ടെ, ഇനി പിണറായി വരട്ടെ, ആര് വന്നാലും ശരി തമിഴനെ മുല്ലപ്പെരിയാർ പണിയാൻ സമ്മതിക്കത്തില്ല. സ്വോത്രം. 30 വർഷം ദൈവ സമയം കൊടുത്തു. 1993 സെപ്റ്റംബർ മാസം 30 സംഭവിച്ചതാണ്. എവിടെങ്കിലും കോടതി ഒരു ഹർജി വരുമ്പോൾ തമിഴ്നാട്ട് പറയും ഡാം ഒന്ന് പരിശോധിക്കാം, കട്ടൻ ചായ കുടിക്കാം. പ്രൈസ് ദ ലോർഡ്. തീർന്നു. സ്വോത്രം. ഇനി ദൈവത്തെ കുറ്റം പറയരുത്. മുല്ലപ്പെരിയാർ പൊട്ടും. പക്ഷേ ഇന്ന് പൊട്ടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇടുക്കിയിലൊക്കെ സുവിശേഷ യോഗത്തിന് പോകണം, ഇത്രയാളൊക്കെ വരത്തുള്ളൂ. ഞാൻ ഇടുക്കിയിൽ പോകുന്ന CSIക്കാരായിരുന്നു എന്നെ അവിടെ കൊണ്ടുവന്ന്. വളരെ പാവപ്പെട്ട ഒരു തിരുമേനി, അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് തിരുമേനി. ഇന്ന് കൃപയാൽ നമ്മുടെ തിരുവനന്തപുരത്തെ മെത്രാൻ്റെ കാര്യം ശരിയായി പുള്ളിക്കാരെ ഇവിടേക്കും വന്നു. സ്വോത്രം. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചുമതല എൻ്റെ വളരെ സ്നേഹിതനാവും. ആ തിരുമേനി ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ ആരോ കുത്തിരിപ്പിലുണ്ടാക്കി ബന്ധിക്കോസുകാരനാണ് പ്രസംഗിക്കുന്നത്. ഉടനെ തിരുമേനി പറഞ്ഞു, ആര് പ്രസംഗിച്ചാലെന്താ, രക്ഷിക്കപ്പെട്ടിട്ടാവും ബന്ധിക്കോസി പോകുന്നേ പൊക്കോട്ടെ, കള്ളുഷാപ്പിലല്ലല്ലോ പോകുന്നത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എത്ര നല്ല കാര്യം പുള്ളി പറഞ്ഞു. സ്വോത്രം. അങ്ങനെ പ്രസംഗിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് പോട്ടെന്ന്. സ്വോത്രം. അടുത്ത വർഷം മൊത്തം ഇടിക്കുക നല്ല മെത്രാൻ പുള്ളിയാണ് തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത്. ഫ്രാൻസിസ് തിരുമേനി. നാട്ടുകാർ കേൾക്കട്ടെ. സ്വോത്രം. അവിടെ പള്ളികളിൽ പോകുമ്പോൾ ഇവിടെ ഇത്രയും സോമൻ പാസ് ഒതുക്കി, അവിടെ ഒരു കൊച്ചു സ്റ്റേജ് ദേവദാസ് പാസ്റ്റർ 10 അച്ഛന്മാർ കട്ടിച്ച് കാണും, 2 ചായയും കാണും, പാവപ്പെട്ട പള്ളിക്കോയർ പാടും. എന്നാൽ ഒരു കാര്യമുണ്ട്, തൊഴിലാളികൾ ഹൈറേഞ്ചിലെ തൊഴിലാളികൾ ദൈവവചനം കേൾക്കുവാൻ അവർ വൈകിട്ട് ജീപ്പ് പിടിച്ച് മുഷിഞ്ഞ ഡ്രസ്സുമായിട്ട് പള്ളിയുടെ അടുത്ത് വരുമ്പോൾ മറപ്പരയിൽ പോയി ഡ്രസ്സും മാറുമ്പോൾ അച്ഛന്മാരൊരു ചായയും ഒരു വടയും വച്ചേക്കും. ആ കുഞ്ഞുങ്ങൾ വന്നൊരു പാട്ട് പാടും, അൻപുക്കുള്ള ഇന്നും അധികമായി രാജാ അപ്പാവുക്ക് ആരാധന. ഇവിടെ സ്റ്റേജ് ഇളകിയാൽ നമുക്ക് ആരാധനയില്ല. സ്വോത്രം. നമ്മുടെ തൊണ്ടായാലും. അപ്പം തമിഴ്നാട്ടിൽ ഹൈറേഞ്ചിലെ തൊഴിലാളിയാണ്. അപ്പം മുട്ടുമടക്കി അങ്ങ് നീക്കുക ആരാധനയ്ക്ക് വേണ്ടി. സ്വോത്രം. ആരാധനയെ മാനിക്കുന്ന ദൈവമുണ്ടോ? ഇന്ന് രാത്രി ഏഷ്യാനെറ്റുകാരനോ മനോരമക്കാരനോ ഏത് രാഷ്ട്രീയക്കാരനോ ഇവിടെ കേൾക്കട്ടെ, മുല്ലപ്പെരിയാർ പൊട്ടുമോ? പൊട്ടും. 45 ലക്ഷം പോവും. അമേരിക്ക ഇപ്പം ലിബിയയിലെ ഡാം തകർന്നപ്പോൾ അമേരിക്കയിലെ ന്യൂസ് പേപ്പറാണ് കൊടുത്തിരിക്കുന്ന മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന്. ഞാൻ കൊല്ലങ്ങളായിട്ട് വീഡിയോ ഇതിനകത്ത് എടുപ്പുണ്ട്. ഞാനും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടും. എന്നാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ആരാ ഞങ്ങളുടെ ദൈവം? 45 ലക്ഷം ജനത്തെ വെള്ളത്തിനകത്ത് മുക്കിക്കൊല്ലുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി മിസ്രൈമിൻ്റെ പാളയത്തിനകത്ത് 30 ലക്ഷം ജനത്തെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുക പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശയുടെ കയ്യിൽ ഒരു കോൽ കൊടുത്തപ്പോൾ, ചെങ്കടലിൽ അത് നീട്ടിയപ്പോൾ 30 ലക്ഷം ജനത്തെ ചെങ്കടലിൽ കൂടി ചെങ്കൽപ്പാത ഒരുക്കി മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി ഈരാറ്റിൻ പുറത്തുകാരോടും നാട്ടുകാരോടും ഞങ്ങൾക്ക് പറയാം, മുല്ലപ്പെരിയാർ പൊട്ടി 45 ലക്ഷം മരിക്കുവാൻ എൻ്റെ ദൈവം ഇപ്പോൾ അനുവദിക്കത്തില്ല. പഴയ നിയമത്തിൽ ചെങ്കടൽ വിഭജിക്കുവാൻ ഒരു ചുള്ളിവടി കൊടുത്ത അഭിഷേകത്തിൻ്റെ നിറവിൽ സ്വർഗത്തിൽ നിന്ന് കാറ്റടിച്ച് തൻ്റെ മക്കളെ കടകടത്തികൾ പുതിയ നിയമത്തിൻ്റെ വിമോചകനായ ഞങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഈരാറ്റിൻ പുറത്തോട് ഞങ്ങൾക്ക് പറയാറുണ്ട്, ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകളിലും നാട്ടുകാരുമല്ല മുല്ലപ്പെരിയാർ ഇന്നും നാളെ പൊട്ടുമെന്ന് പറയും. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടു. 45 ലക്ഷം ജനം ഇവിടെ മരിക്കും. അതൊക്കെ സംഭവിക്കാം. എന്നാൽ ആ ശബ്ദം ഇടുക്കിയുടെ മണ്ണിൽ വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടും. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഈ രാത്രിയിൽ പുറമേ കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഭൂകമ്പം നടക്കൂ. ലൂക്കോസ് 21:11. ഇടവേളയിലേക്ക് പോകാം. 2 ഭാഗം കൂടി ബാക്കി വായിക്കാൻ. ലൂക്കോസ് 21:11 വായിച്ചട്ടെ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഈ ജനുവരിക്ക് ശേഷം പേപ്പർ വായിച്ചവർ എത്ര ഉണ്ട്? സ്വർണം വായിച്ചുകൊണ്ടിരിക്കല്ലേ പണ്ട് ഞാൻ പറഞ്ഞു. എല്ലാം തീർന്നില്ലയോ? സ്വോത്രം. ജനുവരിക്ക് ശേഷം എത്ര ഭൂകമ്പം? ലിബിയ, ലെബനോൻ, അഫ്ഗാൻ, നേപ്പാൾ 4 കുലുങ്ങി. സ്വോത്രം. വലിയ ഭൂകമ്പം. ക്ഷാമത്തിൻ്റെ കാര്യം വല്ലതും വരും? സപ്ലൈക്കോയി പോയി ചേച്ചിയോട് ചോദിച്ചാൽ മതി എന്താ അവസ്ഥയെന്ന്. വേറെ ഒന്നും ചോദിക്കേണ്ട. ക്ഷാമത്തിൻ്റെ കാര്യം. സ്വോത്രം. മഹാവ്യാധി വേറെ വരുന്നു.
ഇത് മൂന്നും അന്ത്യകാലത്ത് വെളിപ്പെടുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, വരുവാനുള്ളവൻ വരും, കാലമേറയില്ല. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായിക്കാൻ വെളിപ്പാട് പുസ്തകം 6, 14, 15. പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോയി. വായിച്ചോട്ടെ കുഞ്ഞേ. ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അവിടെ ഒരു ബ്രേക്ക് ഇട്ടാറ്. കോവിഡിന് ശേഷം, കോവിഡിന് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി നിങ്ങൾ കണ്ടു. ഒരു മല കല്ലോടുകൂടി താഴെ ഇറങ്ങി. അതിനുശേഷം കോവിഡാനന്തര ലോകത്തിൽ നിലമ്പൂർ കവളപ്പാറ പൊത്തുമല, അടുത്തത് കൂട്ടിക്കൽ ദുരന്തം മുണ്ടക്കയം, അടുത്തത് ഇടുക്കി പെട്ടിമുടി ദുരന്തം. കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഏറ്റവും വലിയ മലയായിരുന്നു കമർഘോഷ്, അതും പോയി. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിന്ന്. അടുത്തത് ഇന്ത്യയുടെ ഒരു സുന്ദരിയുണ്ട്, സിനിമാ നടിയല്ല, ഇന്ത്യയുടെ സുന്ദരി. അതിൻ്റെ പേര് ആൻഡമാൻ നിക്കോബാർ. ഇവിടെ സുനാമി അടിച്ചപ്പോൾ അത് 2 അടി താഴ്ന്നു. ഈ പ്രക്ഷേപണം ഈ ടെലിവിഷൻ വഴി അമേരിക്കയിലേക്ക് പോകും. അമേരിക്കക്കാരുടെ ശ്രദ്ധയ്ക്ക് 2030 അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലം കാണത്തില്ല. അത് കടലങ്ങ് കയറും. സ്വോത്രം, അന്ത്യദിനമാ. ഇതെല്ലാം മനസ്സിലാക്കണം. കടൽ കരയാകും, കര കടലാകും. സ്വോത്രം. കണ്ടില്ലേ, ഒരു കാലത്ത് ശംഖുമുഖത്ത് കൂടി നിങ്ങളെല്ലാം കടലേയും കുറിച്ച് പാട്ടും പാടി നടന്നതാണ്. ഇന്ന് ശംഖുമുഖം കടപ്പുറവും ഇല്ല, ഒന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിര എല്ലാത്തിനെയും കൊണ്ടുപോകും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം പ്രത്യേകിച്ച് ഈ ഓൺലൈൻ കാണുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഈ കടലിൻ്റെ തീരത്തൊന്നും പോയി ഫ്ലാറ്റൊന്നും മേടിക്കല്ലേ, അവസാനം ഫ്ലാറ്റായിപ്പോ. സ്വോത്രം. അത്രയും കാര്യമാണ്. കടൽ മനുഷ്യനെ കയറിക്കളയും. ഇന്ന് രാത്രി സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോകും. ഏറ്റവും നിർണായകമായി നിങ്ങളോട് പറയാനുള്ളത്, അറ്റ്ലാന്റിക്കിലെ മഞ്ഞൊരുകുന്നു, വെള്ളം കൂടാൻ പോകുന്നു. അതാ കവളപ്പാറ പുത്തുമല, അമ്പൂരി, അത് കഴിഞ്ഞിട്ട് മുണ്ടക്കയം, കൂട്ടിക്കൽ, പെട്ടിമുടി, തുർക്കി. ഇനി നാളെ നമുക്കറിയത്തില്ല ഏത് മല പോകുന്നു. ദ്വീപ് സ്വസ്ഥാനത്ത് പോകും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ, നാട്ടുകാർ കേൾക്കണം, ഇവരെല്ലാം കർത്തൃദാസൻ സൂചിപ്പിച്ചു തുടക്കത്തിൽ, മരണം കിട്ടാൻ വേണ്ടി ഓടുന്നൊരു കാലം. അതുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. വായിക്കാം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ മക്കളെ. ഭൂമിയിലെ രാജാക്കന്മാരും പ്രധാനമന്ത്രി, മഹത്തുക്കളും, മുഖ്യമന്ത്രി, സഹസ്രാധിപന്മാരും, പഞ്ചായത്ത് പ്രസിഡന്റ്, ധനവാന്മാരും, ജില്ലാ പഞ്ചായത്തിന്റെ നേതാക്കൾ, ബലവാന്മാരും, അല്ല ബുള്ളറ്റെ പോന്ന തമ്പിച്ചേട്ടൻ കീഴാറൂറ് ഉള്ളി വീഴാൻ പോവും. അടുത്ത വാക്ക്. സകല ദാസനും സ്വതന്ത്രനും, സകല ദാസനും സ്വതന്ത്രനും, ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട്, ഗുഹകളിലും പ്രകൃതി ദുരന്തം മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട്, മലകളോടും പാറകളോടും, മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കുഞ്ഞാടിന്റെ കോപ ദിവസം. അവിടെ നിൽക്കട്ടെ മക്കളെ. ഒരു വാക്കുകൂടെ പറഞ്ഞ് 2 വാക്കുകൂടെ പറയുമ്പോൾ നിർത്താം. ഇന്ന് രാത്രി പ്രകൃതി ദുരന്തം വന്നാൽ റാന്നിക്കാർ ലൈവ് കാണുക. റാന്നിയിൽ MLA ബിൽഡിങ്ങിന്റെ മേളിൽ കയറുന്ന കൈ കാണിച്ച് പ്രൈസ്തലോടല്ല, ഹെലികോപ്റ്റർ വരാൻ. സന്തോഷമില്ലല്ലോ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വടക്കമ്പരവൂരിൽ സ്കൂളിൻ്റെ മേലെ കേട്ട് അന്നത്തെ നമ്മുടെ ശൈലജ ടീച്ചർക്ക് ഫോൺ ചെയ്യുന്നു, സാറേ 2 ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വരാൻ. സ്വോത്രം. പ്രകൃതി ദുരന്തമുണ്ടായാൽ അമിത്ഷാ മംഗലാപുരത്ത് പ്രളയത്തിൽ വന്നിട്ട് രക്ഷയില്ല. നേതാക്കന്മാർ കസേര വിട്ടോടും. വളരെ ആദരവോടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓക്കി ചുഴലിക്കാറ്റടിച്ചു, വിഴിഞ്ഞത്ത് ചെന്നു, ജനമിളകി. അന്ന് മനോജ് എബ്രഹാം സാർ ഉണ്ടായോണ്ട് വീട്ടിലെത്തി. സ്വോത്രം. നേതാക്കന്മാർ, ഇത് മനോരമ വന്ന വാർത്ത, ഒരു രാഷ്ട്രീയക്കാരും കുറ്റം പറയല്ല. അന്ത്യദിനം നേതാക്കന്മാരെല്ലാം കസേര വിട്ടോടും. പ്രകൃതി ദുരന്തം വന്നാൽ കിറ്റ് കൊടുക്കാൻ കാശില്ല, ഒന്നിനും കാശില്ല. അവസാനം എന്തോ ഇവര് ഈരാറ്റുംപുറത്ത് ആറ്റിച്ചാടത്തില്ല. അവർക്കറിയാം മരണം വന്നാൽ ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് ആറ്റിച്ചാടാതെ പെരുങ്കടവിളെ ആലത്തൂരിൽ ചെന്നിട്ട് പാറയുടെ ചവിട്ടിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഒരെണ്ണത്തിന് തലയിട്ടേക്കണേന്ന് ന്യായവിധിയില്ല. സ്വോത്രം. അന്ന് ഇന്നത്തെ നേതാക്കന്മാർ മരണം അന്വേഷിച്ചു പോകുന്നൊരു കാലം. വെളിപ്പാട് ഞാൻ തൊടുന്നില്ല. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. കുഞ്ഞാടിന്റെ കോപ ദിവസം. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം. വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്ക്. കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും. കോപ ദിവസം കുഞ്ഞാടിന്റെ കോപം മറച്ച് തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ, ഞങ്ങളെ മറപ്പിൻ. ലോക നേതാക്കൾ കസേര വിട്ടോടുന്നൊരു കാലം. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും. സകല ജാതികളും അന്ത്യദിനത്തിൽ ഇളകും. ആ സമയത്ത് സകല ജാതികളുടെ മനോഹര വസ്തു വരും. ആരാ?
സകല ജാതികളുടെയും മനോഹര വസ്തു യേശു ക്രിസ്തു. പെന്തിക്കോസിന്റെ ദൈവമല്ല, CSAയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, കത്തോലിക്കയുടെ ദൈവമല്ല. ബൈബിൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു ഏവർക്കും ദൈവമക്കളാകുവാൻ. ഇന്ന് രാത്രി കൺവെൻഷന്റെ ആദ്യ രാത്രി സഹോദര, വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോടിനകത്തിരുന്നെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ, അവൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടെങ്കിൽ, അവൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചെങ്കിൽ, ഇന്ന് രാത്രിയെ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് വരുമോ? എസെക്കിയേൽ പ്രവചനം 14, 21, 22. സഹോദരിമാർ ശ്രദ്ധിക്കണം, നാളെ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. ഈ തലമുറയിൽ കർത്താവ് വരുമോ? എസെക്കിയേൽ പ്രവചനം 14, 21, 22 വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ കേരളത്തിലും എത്തി. വാൾ കണ്ടില്ലേ? ഡൽഹിയിലെ ഷഹീൻ ബാഗി പെട്ടിക്കകത്ത് കാർപ്പൻഡർ തട്ടിക്കൂട്ട് നടത്തുന്നവൻ ട്രെയിനകത്ത് വന്ന് കണ്ണൂരിൽ ട്രെയിനിൻ്റെ 2 ബോഗികളാണ് കത്തിച്ചത്. 3 പേര് മരിച്ചു. അവൻ്റെ പേരാ ഷാറൂഖ് ഫൈസി. അവനെ ആരിവിടെ കൊണ്ടുവന്നു? കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. അവൻ്റെ ജോലി ട്രെയിനല്ല, അതിൻ്റെ തൊട്ടടുപ്പ് ഇന്ത്യൻ ഓയിലിൻ്റെ ഡംപിയാണ്. അതുകൂടെ കത്തിക്കാനാണ് നോക്കിയത്. 1 വാൾ. 2 യഹോവ സാക്ഷികളുടെ സമ്മേളനം ആലുവായി. 5 എണ്ണമാ തീർന്നത്. ഏതാണ്ടൊരു മാർട്ടിൻ ഞാഞ്ഞൂൽ, സ്വോത്രം. അവനെ വരെ പോലീസ് പോയിട്ടുള്ള, ഞാൻ കുറ്റം പറയല്ല. അവൻ ഒറ്റയ്ക്കൊന്നും വിചാരിച്ചാൽ 5 പേരെ തട്ടാൻ പറ്റത്തില്ല, സ്വോത്രം. തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂളയിൽ സുഹൃത്തുക്കളെല്ലാം, എൻ്റെ സുഹൃത്തുക്കൾ, അവരെല്ലാം ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്ന്. ഒരു കൊലപാതകം ഒരു പ്ലാൻ ചെയ്താൽ അതിൻ്റെ പേരിൽ 8 പേരെങ്കിലും അതിൻ്റെ പിന്നിൽ കാണും, സ്വോത്രം. അതുപോലെ കേരള പോലീസായാലും കേട്ടാലും കുഴപ്പമില്ല, ഒരു മാർട്ടിൻ ഞാഞ്ഞൂല് വിചാരിച്ച കൺവെൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഇത് പൊട്ടിക്കാൻ പറ്റുമോ, സ്വോത്രം. ഇതിൻ്റെ പിൻപിലൊക്കെ അനേക കരങ്ങളുണ്ട്. ഇതെല്ലാം 2024 ഇന്ന് ഞാൻ പറയുന്നു, കേരളത്തിൽ സ്ഫോടനങ്ങൾ തുടർച്ച ഉണ്ടാവും, സ്വോത്രം. അതിൻ്റെ 2 സാധ്യതയാണ്. 1 കണ്ണൂർ, 2 യഹോവ സാക്ഷികളുടെ മാർട്ടിൻ ഞാഞ്ഞൂൽ. ഇതെല്ലാം ആദ്യത്തെ ടെസ്റ്റ് ഡോസ്. ഒരു മിസൈൽ വിടുന്നതിന് മുമ്പ് എങ്ങനെ പ്രതികരിക്കും അതറിഞ്ഞിട്ടേ വലുത് വരത്തുള്ളൂ. 2024 രാഷ്ട്രീയക്കാർ കേട്ടാലുമില്ല, സ്ഫോടനങ്ങൾ കേരളത്തിൽ ആവർത്തിക്കും. അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു. ഇന്ന് രാത്രി വാൾ, ക്ഷാമം. ശ്രീലങ്കയിൽ 1 ലിറ്റർ പാലിന് 263, 1 കിലോ അരിക്ക് 463. പിന്നെ ഇന്ത്യയിലെ കാര്യമൊന്നും പറയണ്ട, ക്ഷാമം. അടുത്തത് അവന്മാരല്ലേ ഒന്ന് കേരളത്തെ പിടിക്കുന്നത്. സകല സ്ഥലത്തുമില്ലേ? ഇടുക്കി പോയ 4 സഹോദരന്മാരില്ലേ? കേരളത്തിൽ 5 പേരാ പഞ്ചപാണ്ഡവന്മാരെ പോലെ. 4 ആനകൾ ഇടുക്കി. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മാങ്ങാക്കൊമ്പൻ, പടയപ്പ, സ്വോത്രം. അത് കഴിഞ്ഞ് പാലക്കാട് വന്ന അവൻ്റെ മൂത്ത ചേട്ടൻ PT7, സ്വോത്രം. യവന്മാർ 5 അവന്മാർ കേരളത്തെ പിടിച്ചു. ദുഷ്ടമൃഗം ഇറങ്ങിയില്ലേ? നിങ്ങളുടെ ജില്ല നെയ്യാറിന്നൊരു കരടി, അപ്പം കരടിക്കുട്ടൻ ഓട്ടോ പോലും പിടിക്കാതെ 18 കിലോമീറ്റർ പുന്നലാലി സോമൻ ചേട്ടൻ്റെ വീട്ടിൽ നടന്നു ചെന്നു. സന്തോഷമില്ലല്ലോ? രാത്രി കോഴിയെ പിടിക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പുന്നലാലി കൺവെൻഷൻ പോയപ്പോൾ ഈ വീട് എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ പോലും ആലോചിച്ച് അവൻ എങ്ങനെ നെയ്യാറിൽ നിന്ന് നടന്നു വന്നെന്ന്, സ്വോത്രം. 18 കിലോമീറ്റർ കരടിക്കുട്ടൻ നടന്നു ചെന്നു. അന്ത്യകാലമായില്ലേ? എന്നും പുലി കറുത്തമുത്ത കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ പുലി എന്ത് ചെയ്തത്? ബോംബെ സൈറ്റിൽ കുഞ്ഞുമായിട്ട് വന്ന് സീരിയൽ കാണാനായിട്ട്, സ്വോത്രം. ബാംഗ്ലൂർ ടൗണിനകത്ത് ക്രിക്കറ്റ് കളി കാണാൻ പോയവരടുത്ത് പുലി എന്ന് പ്രൈസലോട് കൊടുക്കുന്ന എല്ലാ വീട്ടിലും ചെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. തീർന്നില്ല. കാട്ടുപോത്ത് എരുമേലി. രാവിലെ അച്ഛൻ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം ശരിയാകും. കാട്ടുപോത്ത് 1. 2 ഇടമുളയ്ക്കൽ, കൊല്ലം ജില്ല. റബ്ബർ വെട്ടി 1 ടിന്ന് പാലെടുക്കാൻ പോയി അച്ഛനെ റബ്ബറിനോട് ചേർത്ത് കാട്ടുപോത്ത്. സംഭവങ്ങളെല്ലാം അന്ത്യകാലം. നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ ഒരു ASI ഉണ്ടായിരുന്നു, CSIക്കാരൻ, എൻ്റെ ഒരു സുഹൃത്ത്. ആ ചെറുപ്പക്കാരൻ, ഞാൻ അവരുടെ പള്ളിയിൽ പ്രസംഗിച്ച് ഒരു ദിവസം രാത്രി 11:30 ആയപ്പോൾ എന്നെ വിളിക്കുക, പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന്.
ഞാൻ ചോദിച്ചു, മോനെ എന്തിനേ രാത്രി 11:30 പ്രാർത്ഥന? അപ്പോൾ പറഞ്ഞു, ഞാനൊരു പ്രത്യേക ഡ്യൂട്ടിയിലിരിക്കുവാന്ന്. ഞാൻ ചോദിച്ചു, രാത്രി എന്തോ ഡ്യൂട്ടി? അപ്പോൾ പറയാം, കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഏതോ കുരങ്ങൻ ചാടിപ്പോയി, അവനെ അന്വേഷിച്ച് നടക്കും, എങ്ങനെങ്കിലും ഇത് കിട്ടിയേ പറ്റത്തോളന്ന്. സ്വോത്രം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പേരൊന്നും ഞാൻ പറയത്തില്ല. സ്വോത്രം. തിരുവനന്തപുരം. കണ്ടില്ലേ, അന്ത്യകാലമായില്ലേ ഇതെല്ലാം. നിങ്ങൾ മനസ്സിലാക്കണം. പുലി ഇറങ്ങും. അട്ടപ്പാടി കാറെടുത്ത് ആന തകർത്ത് കളഞ്ഞ് നിലമ്പൂരിൽ റോഡിനകത്ത് ഗൂഡല്ലൂർ റോഡിൽ ആന ഇങ്ങനെ നിൽക്കുക. ഞാൻ ഈ CSIയുടെ കൊന്നത്തടി ഏറ്റവും വലിയ പള്ളിയ CSIയുടെ അവിടെ എല്ലാ വർഷവും, ഈ വർഷം ഉണ്ട് കൺവെൻഷനും. അവിടെ നല്ലൊരു അച്ഛനാണ്, ജോർജ് അച്ഛൻ. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കഴിഞ്ഞ ഏപ്രിലെ പ്രസംഗം ഭയങ്കര കടുത്ത കൈയായിപ്പോയെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ലല്ലോ അച്ഛാ. അപ്പോഴാ പറഞ്ഞ്, കാട്ടുമൃഗം ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്തായാലും അത് നമ്മുടെ പ്രവചനമായിരുന്നു. പുലി ഇറങ്ങി വന്നിട്ട് പള്ളിയുടെ മതിലെ വന്നിട്ട് ആധാർ ഫിംഗർ പ്രിൻ്റ് കൊടുത്തോലെ അവിടെ പ്രിൻ്റ് വെച്ചിരിക്കുന്നത് ഞാൻ സ്ഥലത്തുണ്ടെന്ന്. സ്വോത്രം. വിഷമിക്കേണ്ടെന്ന്. കൊന്നത്തടി CSI ഇടുക്കിയിൽ പുലി. അന്ത്യകാലം. ഇന്ന് രാത്രി കാട്ടുമൃഗങ്ങൾ, ദുഷ്ടമൃഗങ്ങൾ ഇറങ്ങും. അടുത്തത് വായിച്ചിട്ട് മോളെ, മഹാമാരി. കോവിഡൊന്നുമല്ല, സോംബിയാൻ. വരാൻ പോകുന്ന മനുഷ്യൻ്റെ ശരീരം അഴുകുന്ന സോംബിയാൻ. അതൊന്നും ഇറങ്ങിയിട്ടില്ല. കോവിഡിന് ശേഷം കണ്ടോടെ, ഇന്ന് പത്രവാർത്ത വായിച്ചവർക്കറിയാം, ചൈനയെ ശ്വാസകോശ രോഗം 14,000 കുട്ടികളാണ് ചൈന അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഒരു പ്രത്യേക ന്യൂമോണിയയുടെ വൈറസ് ഇറങ്ങി ചൈന. ഈ ചൈനക്കാരൻ ലോകരാജ്യങ്ങളെ നശിപ്പിക്കാൻ ഏതാണ്ട് ടിന്നിനകത്ത് വെച്ചതെല്ലാം ഇപ്പം പ്രഷർ കൂടി അടുപ്പിലെ കുക്കറിനകത്ത് വിസിലടിച്ച പോലെ എല്ലാം കൂടെ ഇറങ്ങിയേക്കോ. സ്വോത്രം. അവനെ തീർക്കാൻ പോകും. ഇന്നത്തെ മനോരമ വായിച്ചാൽ മതി. 12,000 പേർ ചൈനയിൽ അഡ്മിറ്റ്. കുഞ്ഞുങ്ങൾ, ശ്വാസകോശ രോഗം, മഹാവ്യാധി പുറകെ വരാൻ പോകുന്നു. ഇത് 4ഉം കൂടെ വന്നാലോ? ഇതാ നമ്മുടെ സുവിശേഷ പ്രസംഗം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4ഉം കൂടെ അയച്ചാലോ? 4ഉം കൂടെ. അത് കണ്ട തലമുറയായി ഈ രണ്ടുപുറത്ത്. ഇതിന്റെ നടുവിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. വായിക്കാം. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. കരമുയർത്തിയാട്ടെ. ഇതിന്റെ നടുവിൽ പുറപ്പെട്ടു പോരുവാനുള്ള ആരാ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഇതിന്റെ നടുവിൽ നിന്ന് കാന്തയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഈരാറ്റിൻ പുറത്തോട് കേട്ടോ. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പ്രത്യേകത പ്ലാറ്റ്ഫോം ടിക്കറ്റ് 10 രൂപ കൊടുത്താൽ മതി. ആ തമ്പാനൂരിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ തമിഴ്നാട്ട് ഹോട്ടലിൽ നിന്നും മലയാളം ഹോട്ടലിൽ നിന്ന് ചിക്കനും ബിരിയാണി ജയിലിലെ ചപ്പാത്തിയെല്ലാം കഴിക്കാൻ ട്രെയിനിൽ കയറാൻ മുടിയാതെ അവിടെ ചെല്ലും. രാവിലെ 8:30 തൃശ്ശൂരിൽ പോകാനുള്ള ചെറുപ്പക്കാരൻ മേൽ ഇന്നലെ ചെല്ലുമ്പോൾ സഹോദരിക്ക് ഒരു എടുത്തു കൊടുക്ക്. തുണ്ട് പേപ്പറിൽ എനിക്ക് തൃശ്ശൂർ വരെ പോകണം. സഹോദരി പറയും, അത് അവർ 9:30 ജയന്തി വരുന്നുണ്ട്, അതിൽ പോയാൽ തൃശ്ശൂർ 2:30 ഇറങ്ങാമെന്ന് പറയും. സ്വോത്രം. എഴുതാൻ പറയും. 190 രൂപ മേടിക്കും. S3 സീറ്റ് നമ്പർ 20. അവൻ്റെ മൊബൈൽ നമ്പർ മേടിക്കും. കടന്ന് അലയണ്ട, ഈ സീറ്റ് ഫ്രീ ആ, കയറിക്കോളാം. ഈ ടിക്കറ്റ് എടുക്കും. മൊബൈലിൽ മെസ്സേജും വരും. താഴെ വന്നൊരു കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ 20 മിനിറ്റ് മുമ്പ് ഒരു അനൗൺസ്മെന്റ്. യാത്രിയോങ്കോ ശ്രദ്ധ ധ്യാൻ കേരളിയേ ദാ കിടക്കുന്നു. എവിടെ നിന്ന്? കന്യാകുമാരി से मुंबई जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लेटफॉर्म में पहुंचेगा. മുംബൈയിൽ നിന്ന് കന്യാകുമാരി നിന്ന് മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ 20 മിനിറ്റുകൾക്കകം എത്തിച്ചേരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ തമിഴൻ കടയിൽ നിന്ന് മസാല അടിക്കുമ്പോൾ തൃശ്ശൂരിലേക്ക് പോകേണ്ടവൻ ടിക്കറ്റ് എടുത്തവൻ ടിക്കറ്റ് നോക്കും, മൊബൈലും നോക്കും. അവൻ്റെ ട്രെയിൻ വരാറായി. ഇന്ന് രാത്രി അത്ര സുവിശേഷ പ്രസംഗം കേട്ടിട്ടും ദൈവസഭയ്ക്കകത്ത് വരാതെ പറവോന്റെ ഹൃദയത്തെ പോലെ കഠിന ഹൃദയമായി വീട്ടിനകത്തിരുന്നു കൊണ്ട് ഉപദേശിയുടെ വയറ്റിപ്പഴപ്പെന്നും പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്ന സഹോദര, ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ വരുവാൻ കാലമായി. ഇന്ന് രാത്രി നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്നാൽ വഴിയരികെ പട്ടുപോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് നിന്റെ കരങ്ങളുണ്ടവര്. ഇന്ന് രാത്രി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഈ രാറ്റിൻ പുറമെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 1 1.25 2 ഏകനാമം യേശുവിൻ്റെ രാമ. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ എവിടെങ്കിലും ഇരുന്ന് ഈ സത്യവചനം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലമധികമില്ല. കാന്തൻ വരുവാറായി. ബുദ്ധിമാന്റെ യാത്രമേൽ പോട്ട് അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട് മടങ്ങി വാ. ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യം നിന്റെ നിത്യതയിൽ എത്തിക്കത്തില്ല. ശൗൽ നല്ലൊരു രാജാവായിരുന്നു, കഴുതെ അന്വേഷിച്ച് പോയതാ. പക്ഷേ അവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. അവൻ്റെ കൂടെ ഒരു പയ്യൻ
പയ്യനുണ്ടായിരുന്നു, അവൻ്റെ മകനായിരുന്നു യോനാദാൻ. അവൻ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് എവിടെ ഗിൽബോറ പർവ്വതനിരയിൽ ഒരു യുദ്ധമുണ്ടായി. പാരമ്പര്യത്തിൽ നിന്ന് അപ്പനും മകനും പോയി. ശൗലിൻ്റെ ഒരു കുന്തം ഉണ്ടായിരുന്നു, ദാവീദിനെതിരെ എറിഞ്ഞുകൊണ്ടിരുന്ന. സ്വർഗം ദാവീദിനോട് പറഞ്ഞു, നീ മറുപടി ഒന്നും കൊടുക്കണ്ട, അവൻ്റെ കാര്യം ഞാൻ ഏറ്റെന്ന്. സ്വോത്രം. നീ ആവശ്യമില്ലാതല്ല, ഓൺലൈനിൽ കാണുന്നവരോട് പറയോ, ആവശ്യമില്ലാതെ ചൂച്ചേട്ടം പ്രസംഗിക്കുന്നവനെതിരെ പോസ്റ്റ് ഇടാനും കുന്തറിയാനും പോവരുതേ മക്കള്. ലാസ്റ്റ് അവസാനം നീ എറിഞ്ഞ പോസ്റ്റ് തന്നെ 11 KB ആയിട്ട് നിന്റെ മണ്ടയ്ക്കോട്ട് അടിച്ചു തരും. സ്വോത്രം. ഇതാ ശൗലിന് പറ്റിയത്. അവസാനം കൊണ്ടു കൊടുത്ത് ഗിൽബോറ പർവ്വതനിര ആരും പോസ്റ്റ് ഇട്ടില്ല, അവൻ്റെ കയ്യിലിരുന്ന ആയുധം എടുത്ത് അങ്ങ് തീർത്ത്. മോനും പോയി, അപ്പനും പോയി. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട്, ഒന്നുമില്ലായിൽ നിന്ന് കീശിൻ്റെ മകനായി ശൗലിനെ കൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവാക്കിയപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പോയവനെ ദൈവം തകർത്ത് കളഞ്ഞു. അപ്പനും പോയി, മകനും പോയി. പയ്യൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അപ്പൻ്റെ പാരമ്പര്യം നിന്നെ നിത്യതയിലെത്തിക്കല. ധനം നിന്നെ നിത്യതയിലെത്തിക്കത്തില്ല. സൗന്ദര്യം നിന്നെ നിത്യതയിലെത്തിക്കത്തില്ല. PhD നിത്യതയിലെത്തിക്കത്തില്ല. പക്ഷേ വേറെ 3 പേരെ പരിചയപ്പെടുത്തി തരാം. ദാദാൻ, അബീരാം, കോരഗ്. അവർ ദൈവസഭയ്ക്ക് വേണ്ടി പദ്ധതി വെച്ചു. കോരഗിൻ്റെ പിള്ളേർ പറഞ്ഞു, അപ്പച്ചോ ഇത് ദൈവസഭയാണെ ആവശ്യമില്ലാത്ത കളിക്കാൻ പോലെ. അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിപ്പോരുത്, പള്ളി ഞങ്ങൾ പൊളിച്ചിട്ടേ പോകത്തോളൂ. സ്വോത്രം. കുഞ്ഞുങ്ങൾ പറഞ്ഞ്, നിങ്ങളെ കൂടില്ല. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിളിക്കുന്ന മലയാളത്തിൽ ഒരു ഓമന പേരുണ്ട്, കുണം പിടിക്കാത്ത അപ്പൻ്റെ കുണം പിടിച്ച മക്കൾ. സ്വോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവസഭയ്ക്കെതിരെ ദാദാനും അബീരാമും കോരഗും പദ്ധതി വെച്ചപ്പോൾ ഭൂമി നെടുകേ പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. സ്വോത്രം. എന്നാൽ കോരഗിൻ്റെ പിള്ളേർ പറഞ്ഞ്, ഞങ്ങൾ അപ്പൻ്റെ കൂടെയില്ല. ഈ രാറ്റുംപുറത്ത് ചർച്ച് വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞ്, പള്ളി കയറ്റിയില്ലേലും വേണ്ടിയല്ല, വാതക്കൽ നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ ഞങ്ങൾക്കൊരു അനുമതി തരണം. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പിൻ. പാരമ്പര്യത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നിത്യത കാണാതെ അപ്പൻ്റെ കൂടെ ഉടവാളും പടവാളുമായി നീങ്ങിയവൾ പർവ്വതത്തിൻ്റെ നിറകയിൽ പട്ടുപോയപ്പോൾ അപ്പൻ്റെ കൂട് വിട്ടിറങ്ങി കാൽവറിയിലേക്ക് നോക്കി യാത്ര ചെയ്ത് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഹല്ലേലൂയ ചങ്കത്ത് കൈയടിച്ച് പാടുവാൻ വിധിക്കപ്പെട്ട പൈതങ്ങളെ ആലയത്തിനകത്തല്ല, വചനത്തിൻ്റെ പുള്ളികൾ നാവിനകത്ത് കൊടുത്ത് കോരഗിൻ്റെ മക്കളെ കൊണ്ട് സങ്കീർത്തനം എഴുതുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഈ രാറ്റിൻപുറത്ത് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ മടങ്ങി വന്ന അപ്പൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി, ഇന്ന് രാത്രി ഞാനൊരു പാപിയാണ്, ചർച്ചിനകത്ത് കയറിയില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പാടുവാൻ എൻ്റെ കാലുകളെയും കരങ്ങളെയും നാവിനെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ പേര് ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ആയിരങ്ങളല്ല, ഒരുവൻ്റെ രക്ഷയ്ക്കായിരിക്കും ഈ യോഗം ഇവിടെ വച്ചിരിക്കുന്നത്. കാണാതെ പോയ 99-1 തേടി നാഥൻ വന്നതുപോലെ ഇന്ന് രാത്രി ഈ രാറ്റിൻപുറത്ത് ചില ജീവിതങ്ങളെ പെട്ടകത്തിനകത്ത് കയറ്റുവാൻ നാഥൻ വരാറായി. ഈ രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും കേട്ടോണേ. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു കണ്ടന്റ്, ഒരു വിഷയം എടുത്താൽ തീർക്കണം. അതുകൊണ്ട് നിങ്ങളെക്കാൾ ഏറെ ദൂരം, ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഞാൻ. എങ്കിലും സത്യവചനം ഈ ദേശം കേൾക്കട്ടെ. നാളെ ഒരു യോഗം നടക്കുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. വചനം കിട്ടാത്തൊരു കാലം വരുന്നതിന് മുമ്പ് എമർജൻസിക്കകത്ത് കറണ്ട് സ്റ്റോർ ചെയ്യുന്നത് പോലെ നീ കൺവെൻഷൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ സ്റ്റോർ ചെയ്താൽ പ്രകാശത്തോടെ നിത്യതയിൽ എടുക്കപ്പെടാം. അതാ സുവിശേഷ യോഗം. വചനം മനസ്സിലാകുന്നവർക്കായി മക്കളെ, ഇന്ന് രാത്രി നാം കാഴ്ചവെട്ടിയിരിക്കുന്ന ഭൂമി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഇന്നത്തെ ISROയുടെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ES സോമനാഥ് സാർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭൂമിക്ക് അധികം ആയുസില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കണം. തീർന്നില്ല. അമേരിക്കയിലെ ബെർക്കിലി ക്യാമ്പസ്, PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ ഓൺലൈൻ. അമേരിക്കയിലെ നാസയിലെ ബെർക്കിലി ക്യാമ്പസ്, ആ സൂര്യൻ്റെ ക്യാമ്പസ്, സണ്ണിനെ പഠിക്കുന്ന പറ്റുന്ന ഒരു വല്യപ്പനുണ്ട് ബെർക്കിലി ക്യാമ്പസിൽ, ഫ്രാങ്കിൽ. അദ്ദേഹം പറയുന്നു 2040 ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്ന, പ്രകാശം കിട്ടാതെ വരുമെന്ന്. സ്വോത്രം. ഇപ്പം തന്നെ വൈകിട്ട് 6 മണിയാകുമ്പോൾ ഇരുളടിക്കാൻ പോവുക. സ്വോത്രം. മറ്റേത് 7:15 നേരെ വിരട്ടുന്നത്. ഇപ്പം വണ്ടിയുടെ റൂട്ട് വെട്ടിയോല 6 മണിക്ക് തന്നെ കടകളും പോയി. സ്വോത്രം. അന്ത്യകാലമായി മക്കളെ. അങ്ങനെയെങ്കിൽ സൂര്യൻ പ്രകാശം തരാതെ ഇരിക്കും. തീർന്നില്ല. ഭൂമിക്ക് അധികം ആയുസില്ല. ബൈബിളിനകത്തുണ്ടോ? എന്താ ഉപദ്യാവ് 4? മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂട് വെച്ച് പാർത്താലും അവിടെ നിന്ന് നിന്നെ താഴെ ഇളക്ക്. സ്വോത്രം. ഞാനും വിചാരിച്ച് ഭൂമി പോയി കഴിഞ്ഞാൽ പ്രസംഗിച്ച 5-6 കാശുണ്ട് ദേവദാസ് പാസ്റ്ററെ കയ്യിലുണ്ട്, നശിപ്പിച്ചില്ലല്ലോ. സ്വോത്രം. നാളെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെ കൈ നീട്ടാടെ വരരുത്. സ്വോത്രം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഭൂമി പോയാലും വല്ല ചന്ദ്രനിലെങ്ങാനും പോന്ന്. അപ്പം കഴിഞ്ഞ ദിവസം ചന്ദ്രന് പോയ വിക്രം ലാൻഡർ അവിടുന്ന് പടവിട്ടേക്കുന്ന അവിടെ സൾഫറാന്ന്. സ്വോത്രം. പിന്നെ നമ്മുടെ കാര്യം ലോത്തിൻ്റെ കാലം പോലെ. അതുകൊണ്ട് പോകാൻ ഒരു നല്ല സ്ഥലമുണ്ട്.
കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ വരുമ്പോൾ ആ പർദീസയിൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ള കുഞ്ഞുങ്ങളാവും. ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് വേണ്ടി നീതി സൂര്യൻ. മലാക്കി 4:2 വായിച്ചിട്ട് മക്കളെ, മലാക്കി 4:2 ആകയാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ. ഈ രാറ്റംപുറത്ത് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയ കുഞ്ഞുങ്ങളുടെ പ്രത്യാശ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. രോഗോപശാന്തിയോടെ ഉദിക്കും. ഇവിടെ വായിച്ചാട്ടെ, നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. മതി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരെ ചേർക്കുവാൻ യേശു വരാറായി. ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കട്ടെ, ഭൂമി പടുപട കുളുങ്ങട്ടെ, അന്യഗ്രഹങ്ങളിലേക്ക് പോകണ്ട. അതിനു മുമ്പ് തൻ്റെ സഭയെ ചേർക്കുവാൻ നീതി സൂര്യൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് അവസാനിപ്പിക്കാം. മത്തായി 7:24-25 ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കയറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. അതാ അടിസ്ഥാന മൂലക്കല്ല് ക്രിസ്തു. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, പെരുമഴ, കൊടുങ്കാറ്റ്. വായിച്ചാട്ടെ, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ദാ കിടക്കുന്നു. ഒന്നാം ഭവനം സത്യവചനം കേട്ട് ക്രിസ്തുവിനെ കണ്ടുമുട്ടി അടിസ്ഥാനമായ മൂലക്കല്ലാകുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ നിലനിന്നാൽ പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ്, ഇവിടെ ഭൂകമ്പം വരട്ടെ, നിന്നെ കാക്കുന്ന നല്ല ദൈവം. അടുത്തത് മണലിന്മേൽ, അതാ ഇന്നത്തെ ഈരാറ്റുംപുറം. രക്ഷപ്പെട്ടാ നല്ലതാ. വായിച്ചോട്ട്, എന്റെ ഈ വചനങ്ങളെ കേട്ട് രാത്രി സർവശക്തന്റെ വചനങ്ങളെ കേട്ട്. അടുത്തത് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത. അടിസ്ഥാനമില്ല, ഒരു രക്ഷയില്ല, ചുമ്മാതെ നിൽക്കുക. അടിസ്ഥാനമില്ല, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. വചനത്തിന്റെ പ്രമാണവും അടിസ്ഥാനവും ഇല്ലാതെ രക്ഷകനെ കാണാതെ ക്രിസ്ത്യാനി എന്ന നാമധേയത്തിൽ നടക്കുന്ന പൊന്നച്ചായ, ആബറാച്ചായ, ചിന്നമാമേ, ശോശാമാമേ, മടങ്ങി വാ, വീഴാൻ പോവാ. സ്വോത്രം. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി. സുനാമിയൊക്കെ പുറകെ വരിക. ഈ രാറ്റുംപുറത്തുനിന്ന് ഷട്ടറും തുറക്കാൻ പോവാ. അടുത്ത വാക്ക്, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയതായി. ഈ രാറ്റിൻപുറത്ത് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് വീണു പോകും. ഇന്ന് രാത്രി വീഴുന്നതിന് മുമ്പ് രക്ഷയുടെ പെട്ടകത്തിലേക്ക് കടക്കുക. അവസാനിപ്പിക്കാൻ പോവാ. ഈരാറ്റുപുറം തൊട്ടടുത്ത് നല്ലൊരു മരം നിപ്പുണ്ട്. ആ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ നെയ്യാർ ഡാം തുറന്നു വിട്ടു. മരത്തിൻ്റെ വേരുകളൊക്കെ ഇച്ചിരി ദ്രവിച്ചു പോയി. മരത്തിനകത്ത് 2 കൂട്ടരുണ്ട്. 1, 2 ചില്ലകളിൽ കൊരങ്ങന, വൈകിട്ടടി, ബഹളം, കലകം, ചോറ് തീറ്റി, ചില്ല വലിക്കുക. എന്നാൽ മേളിൽ 2 തട്ടിൽ കുരുവികളുണ്ട്. അവരുടെ പാട്ട് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഈ മരത്തിൻ്റെ ചെവിടൊക്കെ ഈ നെയ്യാറുള്ള ഷട്ടർ തുറന്നപ്പോൾ ചിരി ദ്രവിച്ചു. കുരുവി ഒരു മുന്നറിയിപ്പ് കൊടുത്ത്, ചേട്ടാ, കുരങ്ങ ചേട്ടാ, ഇതെപ്പോഴെങ്കിലും മിക്കവാറും ഈ രാറ്റിൻപുറത്ത് താഴെ വീഴും. ഒരു പക്ഷേ നമ്മൾ ഈ ഒഴുക്കിൽ എവിടെ ചെല്ലുമെന്നറിയാമോ? രാലുമൂട് വഴി നെയ്യാറിൽ ഇറങ്ങി അങ്ങ് പൂവാറി വരെത്തുമെന്ന് പറഞ്ഞു. സ്വോത്രം. കുരങ്ങൻ പറഞ്ഞ്, ഈ മരം വീഴുവെന്ന് നിൻ്റെ ഗതി എന്തുവാ? അപ്പോൾ കുരുവി പറഞ്ഞ്, ഞങ്ങൾക്ക് ഈ 2 ചിറകുണ്ട്, യവൻ താഴുന്ന സമയത്ത് ഞങ്ങൾ ഒരൊറ്റ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ എവിടെങ്കിലും വല്ല സങ്കേതവും സംഘടിപ്പിച്ചോണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ പൊന്നു മക്കളെ, യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒരു ദിവസം അലർട്ട്. ഷട്ടർ 4 നെയ്യാറിൻ്റെ തുറന്ന് വൈകിട്ട് ബെവറേജസിൽ പോയി കള്ളും കുടിച്ച് കറുത്തമുത്ത് ചന്ദനമഴയും കണ്ട് ബിരിയാണി അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വെള്ളം കൂടോടെ വന്നത്. സന്തോഷമില്ലല്ലോ. പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഈ രാറ്റിൻപുറത്ത് നിന്ന് മരം പടപടാ കിടക്കുന്നു. കുരുവി അതിൻ്റെ വഴിക്കും പോയി. കരമുയർത്തിയാട്ട്. ഇന്ന് രാത്രി സത്യവചനം കേട്ട് ലോകത്തിലെ സംഭവങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് ഇന്നും പാരമ്പര്യത്തിൻ്റെ ചില്ലക്കകത്തുനിന്ന് മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് നീ കാത്തിരുന്നാൽ വരുവാനിരുന്ന കാലഘട്ടത്തിൻ്റെ ന്യായവിധിക്കകത്ത് നിന്റെ കുടുംബം പട്ടുപോകുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കുരുവിയെപ്പോലെ പറന്നു പോകുക. ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാം. ഇന്ന് രാത്രി വൺ മോർ ടൈം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഫസ്റ്റ് ഡേ വീടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ. ഇതൊരു മതപ്രസംഗമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല.
നിന്റെ നിത്യതയിൽ എത്തിക്കുന്ന പ്രസംഗമാണ്. ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നാൽ നിന്നെ ചേർക്കുവാൻ യേശു വരാറായി. The last moment we are winding the message. Are you heard the message? In your house, otherwise your vehicle, in terrace. Oh my brothers and sisters, my fathers, my mothers, oh child, lift your right hand in the name of Jesus. I am a sinned man, I am a sinned girl. ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തിയെങ്കിൽ ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഗ്രൗണ്ടിലേക്ക് വരണ്ട. ബാക്കി രണ്ടാം ഭാഗം നാളെ രാത്രി സമയമെടുത്തിരിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. കോവിഡ് കാലത്ത് എത്ര പേർ മരിച്ചു? ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ സ്തോത്രം, ഞാൻ അടക്കം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത്, ഞാൻ ഇങ്ങെത്തിയതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വിളിച്ചു പറഞ്ഞത്, നാലാഞ്ചിറയുള്ള ഇന്നും സർവീസിലിരിക്കുന്ന ഒരു 55-കാരൻ എനിക്ക് പരിചയമുള്ള സ്റ്റുവർട്ട് സാർ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ ഒരു സുഹൃത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, സാറ് മരിച്ചുപോയി. ഞാൻ പറഞ്ഞ് വൃത്തികെട്ട കാര്യം പറയരുത്. കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സംസാരിച്ച, സാറിനെ കണ്ടിട്ട് ദീർഘ ദിവസങ്ങളായി, എന്താണെന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റു 55-കാരൻ മാർ ഇവാനിയോസിൻ്റെ പ്രിൻസിപ്പാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്ന് രാത്രി കൊട്ടാരമായാലും മരണമുറപ്പാ. കോട്ടയ്ക്കകത്ത് മരണം കടന്നു വരും. ഇന്ന് രാത്രി മരണം പിടിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കല്ലറയ്ക്കപ്പുറത്ത് വന്ന് നിന്നെ മാടി വിളിച്ച് നിത്യതയ്ക്ക് കൊണ്ടുവരുവാൻ രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി. ആ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് രാത്രി ഈരാറ്റിൻ പുറത്ത് വെളിപ്പെടട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് നമ്മൾ കുറച്ച് പേര് മതി. പട്ടണം ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ തകരട്ടെ. യെസ്, ഈ ഗച്ഛാനക ബൗദ്ധ മനാഥൻ എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി കർത്താവിൻ്റെ സ്നേഹം. ഇന്നലെ വേണ്ടിയോ ഉന്നത ശ്രേഷ്ഠന്മാർ എല്ലാ കരങ്ങളും അടിച്ചു. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി മന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി മന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, മുന്നേശുവേ